കരുവന്നൂർ കേസിൽ ഹാജരാകാനുള്ള ഇഡി നോട്ടീസിന് മറുപടി നൽകി കെ രാധാകൃഷ്ണൻ എം പി. ഇഡിയുടെ സമൻസിന് പിന്നിൽ രാഷ്ട്രീയ എതിരാളികളെ അമർച്ച ചെയ്യാനുള്ള നീക്കമാണെന്ന് കെ രാധാകൃഷ്ണൻ. ദുരഭിമാനം വെടിഞ്ഞ് വടക്കാഞ്ചേരി ലൈഫ് മിഷൻ ഫ്ളാറ്റ് നിർമ്മാണ പദ്ധതി സർക്കാർ അടിയന്തരമായി പൂർത്തീകരിക്കണമെന്ന് AICC അംഗം അനിൽ അക്കര. ലൈഫ് മിഷൻ ഫ്ളാറ്റ് നിർമ്മാണം പുനരാരംഭിക്കാൻ തടസ്സമെന്തെന്ന് MLA സേവ്യർ ചിറ്റിലപ്പള്ളി വ്യക്തമാക്കണമെന്ന് DCC സെക്രട്ടറി കെ അജിത് കുമാർ. അന്തർസംസ്ഥാന വാഹനമോഷണ സംഘത്തെ തൃശൂർ റൂറൽ SP-യുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തു. 4 വാഹനങ്ങൾ കസ്റ്റഡിയിലെടുത്തു. മൂന്നുപീടിക ബീച്ച് കോഴിപ്പറമ്പിൽ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ ഉത്സവത്തിനായി കൊണ്ടുവന്ന ആന ഇടഞ്ഞു. കൊമ്പൻ ബീച്ചിയിൽ ശിവൻകുട്ടിയാണ് ഇടഞ്ഞത്. നന്ദിപുലം പയ്യൂർക്കാവിൽ വെടിക്കെട്ട് നടന്ന സ്ഥലത്ത് ആനയെ തളച്ച സംഭവത്തിൽ ക്ഷേത്രം ഭാരവാഹികൾക്കെതിരെ പോലീസ് കേസെടുത്തു. കടങ്ങോട് പഞ്ചായത്തിലെ വെള്ളറക്കാട് തിപ്പിലശ്ശേരി റോഡ് തകർന്ന് യാത്രായോഗ്യമല്ലാതായി. റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കാൻ അധികൃതർ ഉടൻ നടപടി കൈക്കൊള്ളണമെന്ന് നാട്ടുകാർ. വാർത്തകൾ വിശദമായി. കരുവന്നൂർ കേസിൽ ഹാജരാകാനുള്ള ED നോട്ടീസിന് മറുപടി നൽകി കെ രാധാകൃഷ്ണൻ MP. ചേലക്കരയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു MP. EDയുടെ സമൻസിന് പിന്നിൽ രാഷ്ട്രീയ എതിരാളികളെ അമർച്ച ചെയ്യാനുള്ള നീക്കമാണ്. EDയെ ഭയപ്പെടേണ്ട കാര്യമില്ല, ഏതന്വേഷണവും നേരിടാം. പാർലമെന്റ് കഴിഞ്ഞ് EDക്ക് മുന്നിൽ ഹാജരാകുമെന്നും കെ രാധാകൃഷ്ണൻ വ്യക്തമാക്കി. അത് ഇന്നലെ ഹാജരാവണമെന്ന് പറഞ്ഞിട്ടാണ്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് EDക്ക് അപ്പം തന്നെ നമ്മൾ ED ഓഫീസിലേക്ക് വിവരം കൊടുത്തു. ഹാജരാവാൻ കഴിയില്ല, പാർലമെന്റ് കഴിയുന്നവരെ നമുക്ക് ഹാജരാവാൻ കഴിയില്ല എന്ന് പിന്നീട് കത്തും കൊടുത്തു. ED ശ്രമിച്ച് അല്ലെങ്കിൽ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എതിരാളികളെ എങ്ങനെയൊക്കെ അമർച്ച ചെയ്യാൻ കഴിയും മാത്രമാണ്. EDക്ക് അങ്ങനെ സ്വതന്ത്രമായിട്ട് സ്വതന്ത്രമായിട്ട് പ്രവർത്തിക്കുന്നതൊന്നും നമുക്കെതിരല്ല. പക്ഷേ ഏകപക്ഷീയമായിട്ട് തങ്ങൾക്കെതിരായി നിൽക്കുന്ന പ്രസ്ഥാനങ്ങളെയും നേതാക്കളെയും ഇല്ലാതാക്കുക എന്നുള്ള ഒരു അജണ്ട ഇതിന്റെ പിന്നിലുണ്ട്. അത് മാത്രമല്ല, ഓൾ ഇന്ത്യ ലെവലിൽ തന്നെ ഉള്ള കാര്യം. ഡൽഹിയിൽ നിന്നും കഴിഞ്ഞ ദിവസമാണ് എത്തിയതെന്നും വൈകുന്നേരമാണ് നോട്ടീസ് വന്ന കാര്യം അറിഞ്ഞതെന്നും കെ രാധാകൃഷ്ണൻ പറഞ്ഞു. വ്യാഴാഴ്ച ഹാജരാകണം എന്നായിരുന്നു നോട്ടീസിൽ ഉണ്ടായിരുന്നത്. ബാങ്ക് അക്കൗണ്ട്, ഭൂമി സംബന്ധമായ കാര്യങ്ങൾ, ആസ്തി തുടങ്ങിയ ഡോക്യുമെന്റുകൾ ഹാജരാക്കാനാണ് നോട്ടീസിലുള്ളത്. ഏത് കേസാണെന്ന് നോട്ടീസിൽ പറയുന്നില്ല. വ്യക്തിപരമായ സ്വത്തുകളുടെയും മറ്റ് ഡോക്യുമെന്റുകളും കൊണ്ടുചെല്ലാനാണ് പറഞ്ഞിരിക്കുന്നത്. പ്രധാനമായിട്ട് നോട്ടീസിൽ പറയുന്ന കാര്യങ്ങളൊന്നും അല്ല. ഇപ്പോൾ മാധ്യമങ്ങളിലൂടെ വന്നുകൊണ്ടിരിക്കും ഇന്ന കാര്യം ഡോക്യുമെന്റ്സ് കൊണ്ടുവന്ന പറഞ്ഞു. ആ ഡോക്യുമെന്റ്സ് ആയിട്ട് നമുക്ക് ഹാജരാകും. നമുക്കതിൽ ഭയപ്പെടേണ്ട കാര്യമല്ല. ഏത് അന്വേഷണം ഉണ്ടായാലും അതിനെ നമുക്ക് അതിൻ്റെ ബാങ്ക് അക്കൗണ്ട്, അതുപോലെ ഭൂമി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, മറ്റ് ആസ്തി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞത്. ഈ കേസാണ് എന്ത് കേസാണെന്ന് എനിക്കറിയില്ല. അത് പർട്ടിക്കുലർ ഇന്ന കേസാണെന്ന് പറയുന്നില്ല. CPM ജില്ലാ സെക്രട്ടറി ആയിരുന്ന സമയത്ത് കരുവന്നൂർ വിഷയം സംബന്ധിച്ച് ചർച്ച ഉണ്ടായിട്ടില്ലെന്നും MP പറഞ്ഞു. TC വിനോസ്, ചേലക്കര. വടക്കാഞ്ചേരി ലൈഫ് മിഷൻ ഫ്ളാറ്റ് നിർമ്മാണ പദ്ധതി ദുരഭിമാനം വെടിഞ്ഞ് സർക്കാർ അടിയന്തരമായി പൂർത്തീകരിക്കണമെന്ന് AICC അംഗം അനിൽ അക്കര ആവശ്യപ്പെട്ടു. തൃശൂരിൽ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പിണറായി സർക്കാർ നഗരസഭാ പരിധിയിൽ വീടില്ലാത്തവർക്കായി ഫ്ളാറ്റ് നിർമ്മിക്കുന്ന പദ്ധതിയിൽ അന്ന് സ്ഥലം MLAയുടെ ആവശ്യപ്രകാരം വടക്കാഞ്ചേരിയെ ഉൾപ്പെടുത്തി ആവശ്യമായ തുക അനുവദിച്ചതാണ്. നിർമ്മാണ ചുമതല PMC ആയ ഹാബിറ്റാറ്റ് ശങ്കറിനെ നൽകിയതുമാണ്. എന്നാൽ യാതൊരു കൂടിയാലോചനയുമില്ലാതെ UAE റെഡ് ക്രസന്റുമായി കരാർ ഉണ്ടാക്കി നിർമ്മാണം ഹാബിറ്റാറ്റിൽ നിന്ന് യൂണിടാക്കിനെ ഏൽപ്പിക്കുകയും ചെയ്തു. ഇതിൽ വ്യാപകമായ ക്രമക്കേട് ഉണ്ടാവുകയും മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയായിരുന്ന ശിവശങ്കറും സ്വപ്ന സുരേഷും കേസിൽ പ്രതികളായി ജയിലിലാകുകയും ചെയ്തു. ഈ വിഷയത്തിൽ അന്ന് സ്ഥലം MLA നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ CBI അന്വേഷണവും നടക്കുന്നുണ്ട്. എന്നാൽ ഫ്ളാറ്റ് നിർമ്മാണം പൂർത്തിയാക്കുന്ന കാര്യത്തിൽ യാതൊരു തടസ്സവും സർക്കാരിന് മുന്നിൽ ഉണ്ടായിരുന്നില്ല. ഈ കേസിൽ സർക്കാരിനോടുള്ള തിരിച്ചടി ഭയന്നാണ് ഇപ്പോഴത്തെ സ്ഥലം MLA നിയമസഭയിൽ സബ്മിഷൻ ഉന്നയിച്ചിരിക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ 20 കോടി രൂപ വകയിരുത്തിയാൽ ഫ്ളാറ്റ് നിർമ്മാണം സർക്കാരിനെ പൂർത്തിയാക്കാമെന്നും അനിൽ അക്കര ചൂണ്ടിക്കാട്ടി. വടക്കാഞ്ചേരി ലൈഫ് മിഷൻ ഫ്ളാറ്റ് നിർമ്മാണം പുനരാരംഭിക്കാൻ തടസ്സമെന്തെന്ന് MLA സേവ്യർ ചിറ്റിലപ്പള്ളി വ്യക്തമാക്കണമെന്ന് DCC സെക്രട്ടറി കെ അജിത് കുമാർ. നിയമസഭയിൽ MLA അവതരിപ്പിച്ച സബ്മിഷനിൽ വ്യക്തമായ മറുപടി നൽകാത്തത് ദുരൂഹമാണ്.
തിരഞ്ഞെടുപ്പിൽ വിജയിച്ചാൽ 1 വർഷത്തിനകം വടക്കാഞ്ചേരി ഫ്ളാറ്റ് നിർമ്മാണം പൂർത്തിയാക്കി 140 നിർധന കുടുംബങ്ങൾക്ക് വിതരണം ചെയ്യുമെന്ന് വാഗ്ദാനം പാലിക്കാൻ MLA തയ്യാറാകണമെന്നും കെ അജിത് കുമാർ ആവശ്യപ്പെട്ടു. നമുക്കറിയാം, ലൈഫ് മിഷൻ പദ്ധതി തുടങ്ങിയിട്ട് എത്ര വർഷമായി? ആരുടെ കുഴപ്പം കൊണ്ടാണ് ലൈഫ് മിഷൻ പദ്ധതി മുടങ്ങിയത്? യൂണിടാക്കും അതുപോലെ തന്നെ റെഡ് ക്രസന്റും പിണറായി സർക്കാരും കൂടി നടത്തിയ വലിയ ഗൂഢാലോചനയുടെയും അഴിമതിയുടെയും ഭാഗമായിട്ടാണ് ഈ ഫ്ളാറ്റ് അവിടെ മുടങ്ങിക്കിടക്കുന്നത്. അത് പഴയ MLA അനിലക്കരയുടെ മണ്ടക്കിട്ട് വീട് മുടക്കി എന്ന് പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അവർ ഉപയോഗിച്ചു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ സേവ്യർ ചിറ്റലപ്പള്ളി ലൈഫ് ഫ്ളാറ്റ് ഉടൻ പൂർത്തിയാക്കി 1 വർഷത്തിനുള്ളിൽ പൂർത്തിയാക്കിയ ആളുകൾക്ക് കൊടുക്കുമെന്ന് പറഞ്ഞ് അധികാരത്തിലേറിയ സേവ്യർ ചിറ്റലപ്പള്ളി ഇടത് ഗവൺമെന്റ് തുടരുമ്പോൾ കഴിഞ്ഞ 4 വർഷവും ലൈഫ് ഫ്ളാറ്റിനെ കുറിച്ച് മിണ്ടിയില്ല. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞങ്ങൾ പ്രതികരിച്ചപ്പോൾ ഇപ്പൊ നിയമസഭയിൽ ഉടൻ പൂർത്തിയാക്കുമെന്ന് MP രാജേഷ് പറഞ്ഞിരിക്കും. അപ്പൊ ആരുടെ തടസ്സം? അന്തർ സംസ്ഥാന വാഹന മോഷണ സംഘത്തെ തൃശൂർ റൂറൽ SP-യുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തു. 4 വാഹനങ്ങൾ കസ്റ്റഡിയിലെടുത്തു. പൊള്ളാച്ചി സ്വദേശി സജിത്ത്, പുതുക്കാട് കണ്ണമ്പത്തൂർ സ്വദേശികളായ പുന്നത്താടം വീട്ടിൽ വിജിത്ത്, പുന്നത്താടം വീട്ടിൽ രഞ്ജിത്ത്, ചിയാരം സ്വദേശി പള്ളിപ്പാടത്ത് വീട്ടിൽ സുനീഷ്, നന്ദിപുലം സ്വദേശി കരിയത്തുവളപ്പിൽ വീട്ടിൽ വിഷ്ണു എന്നിവരാണ് അറസ്റ്റിലായത്. ഇക്കഴിഞ്ഞ ഫെബ്രുവരി 23-ന് ചേർപ്പ് പാറേക്കോവിലിൽ നിന്നും 27-ന് കൊടകരയിൽ നിന്നും മിനി ലോറികൾ മോഷണം പോയ സംഭവത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് അന്തർ സംസ്ഥാന വാഹന മോഷണ സംഘം പിടിയിലായത്. ചേർപ്പിൽ മോഷണം നടന്ന സ്ഥലത്തെത്തിയ വാഹനത്തെ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പൊള്ളാച്ചിയിൽ നിന്ന് സജിത്തിനെ പിടികൂടുന്നത്. മണ്ണുത്തിയിൽ നിന്നാണ് മറ്റു പ്രതികൾ പിടിയിലായത്. പകൽ വാഹനങ്ങൾ കണ്ടെത്തി അർദ്ധരാത്രിയോടെ സ്ഥലത്തെത്തി സുനീഷും രഞ്ജിത്തും വിഷ്ണുവും വിജിത്തും ചേർന്ന് സജിത്തിന് മോഷ്ടിച്ച വാഹനങ്ങൾ കൈമാറും. സജിത്ത് മേട്ടുപാളയത്ത് പഴയ വാഹനങ്ങൾ പൊളിച്ചു വിൽക്കുന്ന സംഘത്തിന് വിൽക്കുകയാണ് പതിവെന്ന് പോലീസ് പറഞ്ഞു. 2-3 മാസത്തിനിടയിൽ നിരവധി വാഹനങ്ങൾ ഈ സംഘം മോഷ്ടിച്ച് കടത്തിയതായി സംശയിക്കുന്നു. പുതുക്കാട് നിന്ന് മോഷ്ടിച്ച കണ്ടെയ്നർ ലോറി, കൊടകര, ഒല്ലൂർ എന്നിവിടങ്ങളിൽ നിന്നും മോഷ്ടിച്ച പിക്കപ്പ് വാനുകൾ, ഇവർ മോഷണത്തിനുപയോഗിച്ച കാർ എന്നിവ അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്തു. ഡിവൈഎസ്പിമാരായ KG സുരേഷ്, K സുമേഷ്, ചേർപ്പ് പോലീസ് സ്റ്റേഷനിലെ SI-മാരായ M അഫ്സൽ, സജിബാൽ, സീനിയർ CPO ES ജീവൻ, CPOമാരായ KS ഉമേഷ്, ഗോകുൽദാസ്, കൊടകര ഇൻസ്പെക്ടർ PK ദാസ്, SI-മാരായ സ്റ്റീഫൻ, മൂസ, റോയ് പൗലോസ്, ASI-മാരായ സിൽജോ, ആഷ്ലിൻ ജോൺ, സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ ഷിജോ തോമസ്, റെജി, CPOമാരായ ശ്രീജിത്ത്, ആഷിഖ് എന്നിവർ പ്രത്യേക അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു. TC വിനോസ്, തൃശൂർ. 3 പീടിക ബീച്ച് കോഴിപ്പറമ്പിൽ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ ഉത്സവത്തിനായി കൊണ്ടുവന്ന ആന ഇടഞ്ഞു. കൊമ്പൻ പീച്ചിയിൽ ശിവൻകുട്ടിയാണ് ഇടഞ്ഞത്. എഴുന്നള്ളിപ്പ് ആരംഭിക്കുന്നതിന് മുൻപ് കുളിപ്പിച്ച് ക്ഷേത്രത്തിൽ എത്തിച്ച സമയത്താണ് ഇടഞ്ഞോടിയത്. ക്ഷേത്രത്തിന് സമീപത്തെ വഴിയിലൂടെ ഏതാനും ദൂരം ഓടിയ ആനയെ പാപ്പാന്മാർ ചേർന്ന് തളച്ചു. പിന്നീട് ആനയെ ലോറിയിൽ കൊണ്ടുപോയി. ഉടൻ തളയ്ക്കാൻ കഴിഞ്ഞതിനാൽ അനിഷ്ട സംഭവങ്ങൾ ഒഴിവായി. നന്ദിപുലം പയ്യൂർക്കാവിൽ വെടിക്കെട്ട് നടക്കുന്ന സ്ഥലത്ത് ആനയെ തളച്ച സംഭവത്തിൽ ക്ഷേത്രം ഭാരവാഹികൾക്കെതിരെ വരന്തരപ്പള്ളി പോലീസ് കേസെടുത്തു. സ്ഫോടക വസ്തുക്കൾ അലക്ഷ്യമായി കൈകാര്യം ചെയ്തതിനും ആനയെ തളച്ചതിനുമാണ് കേസ്. ക്ഷേത്രത്തിൽ വെടിക്കെട്ട് നടത്താൻ ക്ഷേത്രം ഭാരവാഹികൾക്ക് അനുമതി ഉണ്ടായിരുന്നില്ലെന്നും പോലീസ് അറിയിച്ചു. കഴിഞ്ഞ ദിവസം രാത്രി 7-ന് കൂട്ടിയെഴുന്നള്ളിപ്പിന് ശേഷം ക്ഷേത്രപ്പറമ്പിനോട് ചേർന്ന പറമ്പിൽ തളച്ച കൊമ്പനാണ് വിരണ്ടത്. പൂരം എഴുന്നള്ളിപ്പിനെത്തിയ 7-ൽ 2 ആനകളെയാണ് സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ തളച്ചിരുന്നത്. ഇതിൽ ഒരാനയെ വെടിക്കെട്ടിന്റെ അവസാനത്തെ കൂട്ടപ്പൊരിച്ചിൽ നടക്കുന്ന സ്ഥലത്തിന്റെ 10 മീറ്റർ മാത്രം അകലെയാണ് നിർത്തിയിരുന്നത്. വെടിക്കെട്ടിന്റെ ശബ്ദവും ചൂടും അസഹനീയമായതോടെ പിന്തിരിയാൻ ശ്രമിച്ച ആന പുറകിൽ നിന്ന് പാപ്പാനെ പിൻകാലുകൊണ്ട് തട്ടി വീഴ്ത്തുകയായിരുന്നു. വെടിക്കെട്ട് കാണാൻ നിരവധി നാട്ടുകാർ എത്തിയ സമയത്താണ് ആന പിണങ്ങി തിരിഞ്ഞത്. കടങ്ങോട് പഞ്ചായത്തിലെ വെള്ളറക്കാട് തിപ്പിലിശ്ശേരി റോഡ് തകർന്ന് യാത്രായോഗ്യമല്ലാതായി തീർന്നിട്ട് വർഷങ്ങളായി. റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കാൻ അധികൃതർ ഉടൻ നടപടി കൈക്കൊള്ളണമെന്ന് നാട്ടുകാർ. യാത്രക്കാരുടെ നടുവൊടിക്കുന്ന റോഡെന്ന് കേട്ടിട്ടില്ലേ? അതാണ് വെള്ളറക്കാട് തിപ്പിലിശ്ശേരി റോഡിന്റെ അവസ്ഥ. 100 കണക്കിന് വാഹനങ്ങൾ കടന്നു പോകുന്ന റോഡ് കുണ്ടും കുഴിയും നിറഞ്ഞ് തകർന്നു കിടക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. കുന്നംകുളം വടക്കാഞ്ചേരി സംസ്ഥാന പാതയെയും എരുമപ്പെട്ടി അക്കിക്കാവ് റോഡിനെയും ബന്ധിപ്പിക്കുന്ന റോഡാണ് വെള്ളറക്കാട് തിപ്പിലിശ്ശേരി റോഡ്. വെള്ളറക്കാട് സെന്റർ മുതൽ മുക്കിലപ്പീടിക വരെയുള്ള 3 കിലോമീറ്റർ ദൂരമാണ് റോഡ് തകർന്ന് യാത്രായോഗ്യമല്ലാതായി തീർന്നിരിക്കുന്നത്. റോഡ് അറ്റകുറ്റപ്പണി നടത്താതെയും പുനർനിർമ്മാണം നടത്താതെയും കുണ്ടും കുഴിയും നിറഞ്ഞ് യാത്രാ ദുരിതം സമ്മാനിക്കുകയാണ്.
ഇതിനോട് ചേർന്ന് കിടക്കുന്ന ചിറമനങ്ങാട് റോഡിന്റെയും അവസ്ഥ പരിതാപകരമാണ്. റോഡ് പൊട്ടിപ്പൊളിഞ്ഞ് രൂപപ്പെട്ട കുഴികളിൽ ചാടി ഇരുചക്ര വാഹനങ്ങൾ മറിഞ്ഞു വീഴുന്നതും ഓട്ടോറിക്ഷ ഉൾപ്പെടെയുള്ള വാഹനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കുന്നതും പതിവായിരിക്കുകയാണ്. വണ്ടികൾക്ക് കംപ്ലൈൻറ്റ്, വണ്ടികൾക്ക് എന്നും പ്രശ്നങ്ങൾ, എന്ത് ബുഷ് പോയി അല്ലെങ്കിൽ പിന്നെ കംപ്ലൈൻറ്റ് വരിക, അങ്ങനെ നിരന്തര പ്രശ്നങ്ങളാണ്. റോഡ് പണിയണമെന്ന് ആവശ്യപ്പെട്ടിട്ട് കുറേ സമരങ്ങളൊക്കെ നടത്തി. എന്നിരുന്നാലും പിന്നെ അതേ അവസ്ഥയായിട്ട് മുന്നോട്ട് പോണത്. പൈപ്പ് ലൈന് പണിയാനായിട്ട് ഇവിടെ ഇട്ടിട്ട് മണ്ണ് റോഡിലേക്ക് ഇറങ്ങിയിട്ട് മഴ പെയ്യുമ്പോൾ ചെളിയായിട്ടും അത് ഓടിക്കാൻ ബുദ്ധിമുട്ട്. എല്ലാം കൊണ്ടും ഒരു വല്ലാത്തൊരു അവസ്ഥയിലാണ്. സ്വന്തമായിട്ട് സ്വകാര്യമായിട്ടുള്ള വണ്ടിക്കാർക്കും എല്ലാവർക്കും ബുദ്ധിമുട്ടാണ്. ഇന്ന് വർഷാപ്പിൽ കയറി ഇറങ്ങാനുള്ള സമയമുള്ളൂ. കുടിവെള്ള പദ്ധതികളുടെ പൈപ്പുകൾ സ്ഥാപിക്കുവാൻ റോഡിന്റെ ഇരുവശങ്ങളിൽ കാന കീറിയിട്ടുണ്ട്. ഇതിന്റെ മണ്ണും റോഡരികിൽ കൂട്ടിയിട്ടിരിക്കുന്നതും വാഹനങ്ങൾക്കും കാൽനടയാത്രക്കാർക്കും ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നുണ്ട്. മഴക്കാലമായാൽ നാട്ടുകാരുടെ യാത്രാ ദുരിതം ഇരട്ടിയാകും. അതേസമയം റോഡ് പുനർനിർമ്മാണത്തിന് ഫണ്ട് അനുവദിക്കാമെന്ന് AC മൊയ്തീൻ ഉറപ്പു നൽകിയിട്ടുണ്ടെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് മീന സാജൻ അറിയിച്ചു. കുന്നംകുളം നിയോജക മണ്ഡലത്തിൽ ഇത്രയും ശോചനീയാവസ്ഥയിലുള്ള മറ്റൊരു റോഡില്ല. മഴ പെയ്താൽ റോഡിലെ കുഴികൾ ചെളിക്കുളങ്ങളായി മാറും. അതോടെ കാൽനടയാത്രയ്ക്ക് പോലും സാധ്യമാകാത്ത അവസ്ഥയാകും. എത്രയും പെട്ടെന്ന് റോഡിന്റെ നിർമ്മാണം നടത്തണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. ക്യാമറ പേഴ്സൺ ഇബ്രാഹിം പഴുവൂരിനോടൊപ്പം AM റഷീദ്, എരുമപ്പെട്ടി. റോഡ് അപകടങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യങ്ങൾക്ക് പരിഹാരമായി റൂറൽ പോലീസ് മേധാവി B. കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിൽ നടപടികൾ ആരംഭിച്ചു. ഇതിന്റെ ഭാഗമായി ബ്ലാക്ക് സ്പോട്ടുകൾ ഉൾപ്പെടുന്ന മേഖലകളിലെ ഉദ്യോഗസ്ഥരുടെ ആലോചനാ യോഗം SP വിളിച്ചു ചേർത്തു. പോട്ട സിഗ്നൽ, പുതുക്കാട് KSRTC ക്രോസിംഗ് ഭാഗം, പെരിഞ്ഞനം, മൂന്നുപീടിക, നാട്ടിക, തൃപ്രയാർ മേഖലകളിലാണ് പ്രധാന ഹോട്ട്സ്പോട്ടുകൾ വരുന്നത്. വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ യോഗത്തിൽ പങ്കെടുത്തു. റൂറൽ ജില്ലയിൽ പോലീസിന്റെയും മോട്ടോർ വാഹന വകുപ്പിന്റെയും സംയുക്ത പരിശോധന നടത്താൻ യോഗത്തിൽ തീരുമാനിച്ചു. സ്വകാര്യ ബസ്സുകളിലെ ജീവനക്കാരുടെ ലഹരി ഉപയോഗം തടയുന്നതിനായി പോലീസിന്റെ നേതൃത്വത്തിൽ മിന്നൽ പരിശോധന നടത്തുമെന്നും SP അറിയിച്ചു. വാഹനാപകടങ്ങൾ ചില പ്രത്യേക സ്ഥലങ്ങളിലാണ് കൂടുതൽ വാഹനാപകടങ്ങൾ നടക്കുന്നത്. അത് പോട്ട സിഗ്നലുണ്ട്, പോട്ട അതാണൊരു സ്ഥലം പറയുന്നത്. പിന്നെ പുതുക്കാട് KSRTC ക്രോസിംഗിന്റെ ഭാഗമുണ്ട്. പെരിഞ്ഞനം, കയ്പമംഗലം, നാട്ടിക, തൃപ്രയാർ തുടങ്ങിയ ചില സ്ഥലങ്ങളിൽ ബ്ലാക്ക് സ്പോട്ട്സ്. കൊടകരയിൽ പേരാമ്പ്രയിൽ ഫ്ലൈ ഓവറിന്റെ വർക്ക് നടക്കുന്നിടത്ത് നല്ല റോഡ് ബ്ലോക്ക് ഉണ്ട്. അപ്പം അത് ഈ നിർമ്മാണ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് ഉണ്ടാവുന്നതാണ്. അത് നമുക്ക് സംയുക്തമായിട്ട് ഹൈവേ അതോറിറ്റിയും നാഷണൽ ഹൈവേയുടെ അതോറിറ്റിയുടെ ഉദ്യോഗസ്ഥന്മാരും മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥന്മാരും പിന്നെ നമ്മുടെ PWD റോഡ്സിൻ്റെ ഉദ്യോഗസ്ഥന്മാരും പോലീസും കൂടെ ചേർന്ന് ഇതിന് പരിഹാര മാർഗങ്ങൾ നിർദ്ദേശിക്കാൻ വേണ്ടിയാണ് ഇന്നത്തെ മീറ്റിംഗ്. അഴീക്കോട് കടലിൽ നടത്തിയ സംയുക്ത മിന്നൽ കോമ്പിംഗ് ഓപ്പറേഷനിൽ കുഞ്ഞൻ മത്സ്യവേട്ട നടത്തിയ ബോട്ട് പിടിച്ചെടുത്തു. എറണാകുളം മുനമ്പം പള്ളിപ്പുറം സ്വദേശി ശെൽവരാജിന്റെ ഉടമസ്ഥതയിലുള്ള കരിഷ്മ 2 എന്ന മത്സ്യബന്ധന ട്രോളർ ബോട്ടാണ് അഴീക്കോട് ഫിഷറീസ് സ്റ്റേഷൻ അസിസ്റ്റന്റ് ഡയറക്ടർ ഡോക്ടർ C. സീമ, കോസ്റ്റൽ SI PP ബാബു എന്നിവരുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം പിടിച്ചെടുത്തത്. ബോട്ടിലുണ്ടായിരുന്ന മത്സ്യം ലേലം ചെയ്ത് 3,23,250 രൂപ ട്രഷറിയിൽ അടച്ചു. തൃശൂർ ജില്ലാ ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ തുടർ നടപടികൾ സ്വീകരിച്ച് 2.5 ലക്ഷം രൂപ പിഴ സർക്കാരിലേക്ക് ഈടാക്കുകയും ചെയ്തു. സർക്കാർ ഉത്തരവ് പ്രകാരം ആവശ്യമായ മിനിമം ലീഗൽ സൈസ് ഇല്ലാത്ത 4000 കിലോ കിളിമീനും ഉലുവാച്ചി മത്സ്യവും കണ്ടെടുത്ത് ഫിഷറീസ് അധികൃതരുടെ സാന്നിധ്യത്തിൽ കടലിൽ ഒഴുക്കിക്കളഞ്ഞു. യുവാവിനെയും കൂട്ടുകാരനെയും വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ പ്രതിക്ക് 17 വർഷം കഠിന തടവും 55,000 രൂപ പിഴയും ശിക്ഷ. ചാവക്കാട് മണത്തല പള്ളിത്താഴം ചാലിയത്ത് വീട്ടിൽ ജാഫറിനെയും തടയാൻ ശ്രമിച്ച സുഹൃത്ത് നൌഫലിനെയും കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലാണ് പ്രതിയായ ചാവക്കാട് മണത്തല മണികണ്ഠൻ പള്ളിപ്പറമ്പിൽ വീട്ടിൽ അനീഷിനെ ചാവക്കാട് അസിസ്റ്റന്റ് സെഷൻസ് കോടതി വിവിധ വകുപ്പുകളിലായി 17 വർഷം കഠിന തടവിനും 55,000 രൂപ പിഴയടയ്ക്കുന്നതിനും പിഴ അടച്ചില്ലെങ്കിൽ 11 മാസം കഠിന തടവിനും ശിക്ഷിച്ചത്. പ്രോസിക്യൂഷനു വേണ്ടി അഡീഷണൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് KR രജിത് കുമാർ ഹാജരായി. ചാവക്കാട് നഗരസഭയുടെ പദ്ധതി പ്രവർത്തനങ്ങൾക്ക് വേഗം വർദ്ധിപ്പിക്കുവാൻ കൗൺസിൽ യോഗം ചേർന്നു. മാലിന്യ സംസ്കരണ രംഗത്ത് വൻ മുന്നേറ്റം സൃഷ്ടിച്ചുകൊണ്ട് 2,02,48,610 രൂപയുടെ വിവിധ ടെൻഡറുകൾക്ക് കൗൺസിൽ അംഗീകാരം നൽകി. ഡബിൾ ചേംബർ ഇൻസിനറേറ്റർ 1,47,00,000 രൂപയും മൊബൈൽ FSTP 45,48,610 രൂപയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉൾപ്പെടെ നഗരസഭയുടെ വിവിധ സ്ഥലങ്ങളിൽ നാപ്കിൻ ഇൻസിനറേറ്ററുകൾ സ്ഥാപിക്കുന്നതിന് 10 ലക്ഷം രൂപയുമാണ് അനുവദിച്ചിരിക്കുന്നത്.
വിജ്ഞാന കേരളം പദ്ധതിയുടെ വിജയകരമായ നടത്തിപ്പിനായി മുതുവട്ടൂരിലെ ബാലാമണിയമ്മ സ്മാരക മന്ദിരത്തിൽ തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് സഹായകരമാകുന്ന വിധത്തിൽ ജോബ് സ്റ്റേഷൻ ആരംഭിക്കുന്നതിനും തീരുമാനമായി. ശ്രീനാരായണപുരം കോതപറമ്പ് സ്വദേശിയെ കാപ്പ ചുമത്തി തടങ്കലിലാക്കി. മതിലകം പോലീസ് സ്റ്റേഷൻ പരിധിയിലെ കുപ്രസിദ്ധ ഗുണ്ട ആല കോതപറമ്പ് സ്വദേശി കുറുപ്പശ്ശേരി വീട്ടിൽ വിഷ്ണു പ്രസാദിനെയാണ് 6 മാസത്തേക്ക് കാപ്പ ചുമത്തി തടങ്കലിലാക്കിയത്. തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാർ നൽകിയ ശുപാർശയുടെ അടിസ്ഥാനത്തിൽ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ ആണ് വിഷ്ണുപ്രസാദിനെ 6 മാസത്തേക്ക് കാപ്പ ചുമത്തി ഉത്തരവ് പുറപ്പെടുവിച്ചത്. അന്തിമഹാകാളൻ വേലയുടെ മുന്നൊരുക്കങ്ങൾ വിലയിരുത്താൻ കെ രാധാകൃഷ്ണൻ എംപിയുടെ അധ്യക്ഷതയിൽ അവലോകന യോഗം ചേർന്നു. വേലയുടെ സാങ്കേതിക തടസ്സങ്ങൾ നീക്കുമെന്ന് എംപി യോഗത്തിൽ പറഞ്ഞു. ഓരോ ദേശത്തിനും ക്രമസമാധാന ചുമതലയ്ക്കായി 20 പോലീസുകാരെ വീതം വിന്യസിക്കും. കച്ചവടക്കാർക്ക് തടസ്സങ്ങൾ ഇല്ലാതെ വ്യാപാരം നടത്തുന്നതിന് അവസരം ഒരുക്കും. വിപുലമായ വാഹന പാർക്കിംഗ് സൗകര്യവും കുടിവെള്ള സൗകര്യവും ഒരുക്കും. കാളവേലകൾ വരുന്നതിന് സമയക്രമീകരണം ഏർപ്പെടുത്തും. വെടിക്കെട്ട് കമ്മിറ്റി വളണ്ടിയർമാർക്ക് സുരക്ഷയ്ക്കായി റിഫ്ലക്ട് ജാക്കറ്റ് നൽകും. MLA UR പ്രദീപ്, ചേലക്കര പഞ്ചായത്ത് അംഗം MK പത്മജ, തഹസീൽദാർ രമേഷ് മാരാത്ത്, ACP CR സന്തോഷ്, CI സതീഷ് കുമാർ, വേല കോർഡിനേഷൻ കമ്മിറ്റി ചെയർമാൻ സുനിൽ തുടങ്ങിയവർ പങ്കെടുത്തു. കണ്ണിനും കരളിനും ആനന്ദമേകി കാടുകുറ്റി തൈക്കൂട്ടം റോഡിലെ പൂക്കൂട ചൂടിയ വീട്. 2 നില കെട്ടിടത്തിന്റെ മുകൾ ഭാഗം ബോഗൻവില്ല പൂക്കളാൽ മൂടിയ കാഴ്ചയ്ക്ക് 2.5 പതിറ്റാണ്ടിന്റെ പഴക്കം. പാറയിൽ ജോർജിന്റെ വീടാണ് പൂക്കൾ കൊണ്ട് നയനമനോഹര കാഴ്ചയേകുന്നത്. 50 വർഷം മുൻപ് ജോർജിന്റെ പിതാവ് ജോസ് ആണ് അന്ന് 3 നില കെട്ടിടമായിരുന്ന വീടിന്റെ പുറത്ത് ബോഗൺവില്ല ചെടി പടർത്തിയത്. പിന്നീട് വീട് മോടി പിടിപ്പിക്കുന്നതിനായി 2 നിലയാക്കി മാറ്റി. അന്നുണ്ടായിരുന്ന ബോഗൺവില്ല ചെടി പൂർണ്ണമായും വെട്ടിക്കളയുകയും ചെയ്തു. പിന്നീട് മുല്ലച്ചെടി വളർത്തുന്നതിന് താങ്ങായി മണ്ണിൽ കുഴിച്ചിട്ട ബോഗൺവില്ലയുടെ തണ്ടാണ് പടർന്നു പന്തലിച്ച് ഇപ്പോഴത്തെ അവസ്ഥയിലെത്തിയതെന്ന് ജോർജ് പറഞ്ഞു. 50 കൊല്ലം മുമ്പ് അപ്പം വളർത്തിയതാണ്. വീടൊരു റെന്യൂവേഷൻ നടത്തേണ്ട വന്നു. അങ്ങനെ റെന്യൂവേഷൻ നടത്തി കഴിഞ്ഞപ്പോൾ എൻ്റെ മോൾ വശത്തേക്ക് കയറി പോയത് മുഴുവൻ വെട്ടിക്കളഞ്ഞു, കട വെച്ച് വെട്ടിക്കളഞ്ഞു. പിന്നീട് അത് എൻ്റെ ഒരു കൊമ്പ് എടുത്ത് എന്താ പറയാ ഒരു മുല്ലയ്ക്ക് താങ്ങ് കൊടുത്ത് നിർത്തിയതായിരുന്നു. അതിൻ്റെ ഒരു കൊമ്പ് മുളച്ച് വന്നതാണ്. നല്ല ഭംഗിയായിട്ട് എല്ലാവരും ഇങ്ങനെ റോട്ടിക്കൂടെയൊക്കെ പോകുമ്പോൾ പലരും വന്ന് ഷൂട്ട് ചെയ്തൊക്കെ പോകാറുണ്ട്. ഒരു കടച്ചെടിയിൽ നിന്നാണ് ഒരു വീട് നിറയെ പൂക്കൾ പടർന്നിരിക്കുന്നത്. മജന്ത നിറമുള്ള പൂവസന്തം നാട്ടിലാകെ സംസാര വിഷയവുമാണ്. നിരവധി ആളുകളാണ് ഇതിന്റെ ദൃശ്യഭംഗി മൊബൈൽ ഫോൺ ക്യാമറയിൽ പകർത്താൻ എത്തുന്നത്. 2 നില കെട്ടിടത്തിന്റെ മട്ടുപ്പാവിൽ നിരത്തിയ ഓടിന്റെ പുറത്താണ് ബോഗൺവില്ല പടർന്നിരിക്കുന്നത്. TCV ചാലക്കുടി. സമഗ്ര വികസനം ലക്ഷ്യമിട്ട് വടക്കാഞ്ചേരി നഗരസഭയുടെ ജനകീയ ബജറ്റ് നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ഷീല മോഹനാണ് ബജറ്റ് അവതരിപ്പിച്ചത്. നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രൻ അധ്യക്ഷനായി. സംസ്ഥാന സർക്കാരിന്റെ ഫണ്ടിനെ മാത്രം ആശ്രയിക്കാതെ മുനിസിപ്പൽ ബോണ്ടുകൾ സ്വീകരിക്കാൻ ബജറ്റ് ലക്ഷ്യമിടുന്നു. മുനിസിപ്പൽ ബോണ്ടുകൾ വഴി ലഭിക്കുന്ന വരുമാനത്തിലൂടെ നഗരത്തിന്റെ അടിസ്ഥാന സൗകര്യ വികസനങ്ങൾ നടപ്പാക്കുകയാണ് ബജറ്റിലൂടെ ലക്ഷ്യമിടുന്നത്. വടക്കാഞ്ചേരി അറ്റ് 30 എന്ന ലക്ഷ്യം കൈവരിക്കാൻ സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ അടിസ്ഥാനപ്പെടുത്തിയ പദ്ധതികൾക്കും മുൻതൂക്കം നൽകും. 75.15 കോടി രൂപ വരവും 71.62 കോടി രൂപ ചെലവും 3.52 കോടി രൂപ നീക്കിയിരിപ്പുമുള്ള പരിഷ്കരിച്ച ബജറ്റും 2025-26 വർഷത്തെ 132.33 കോടി രൂപ വരവും 178.13 കോടി രൂപ ചെലവും 4.19 കോടി രൂപ നീക്കിയിരിപ്പും പ്രതീക്ഷിക്കുന്ന മതിപ്പ് ബജറ്റുമാണ് നഗരസഭ അവതരിപ്പിച്ചത്. 325 കുടുംബങ്ങളുടെ അതിജീവനം ലക്ഷ്യമാക്കി 1 കോടി രൂപയും നഗരസഭയുടെ ദാരിദ്ര്യ നിർമ്മാർജ്ജന പരിപാടികൾക്ക് ഊർജ്ജം പകരുന്ന കുടുംബശ്രീയുടെ പശ്ചാത്തല സൗകര്യങ്ങൾ നവീകരിക്കുന്നതിന്റെ ഭാഗമായി പുതിയ കെട്ടിടം നിർമ്മിക്കുന്നതിന് 1 കോടി രൂപയും ബജറ്റിൽ വകയിരുത്തി. പ്രളയ സാധ്യത കണക്കിലാക്കി നിലവിലെ മണ്ണിടിച്ചിൽ സ്ഥലങ്ങളിൽ മുന്നൊരുക്കം നടത്തുന്നതിന് ആവശ്യമായ സംവിധാനങ്ങൾ ഒരുക്കുന്നതിനും 5 ലക്ഷം രൂപയും വന്യമൃഗങ്ങളുടെ ആക്രമണങ്ങൾക്ക് വിധേയരാകാതിരിക്കാൻ പദ്ധതികൾ നടപ്പാക്കുന്നതിനായി 20 ലക്ഷം രൂപയുമാണ് ബജറ്റിൽ അനുവദിച്ചിട്ടുള്ളത്. പതിറ്റാണ്ടുകളായി അരക്ഷിതാവസ്ഥയിൽ കഴിഞ്ഞിരുന്ന കാവിൽക്കടവ് ലാൻഡിംഗ് പ്ലേസിലെ 12 കുടുംബങ്ങളെ പുനരധിവസിപ്പിക്കുന്ന പദ്ധതി യാഥാർത്ഥ്യമായി. ഞായറാഴ്ച വൈകിട്ട് 5-ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MB രാജേഷ് ഫ്ളാറ്റ് സമുച്ചയം ഗുണഭോക്താക്കൾക്ക് കൈമാറും. അഡ്വക്കേറ്റ് VR സുനിൽകുമാർ MLA-യുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച 1,55,00,000 രൂപ ചെലവഴിച്ചാണ് കാവിൽക്കടവിൽ ഭൂരഹിതർക്കായി ഫ്ളാറ്റ് സമുച്ചയം നിർമ്മിച്ചത്.
620 ചതുരശ്ര അടി വിസ്തീർണമാണ് ഓരോ അപ്പാർട്ട്മെന്റിനും ഉള്ളത്. 2 നിലകളിലായി 12 അപ്പാർട്ട്മെന്റുകളാണ് നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുള്ളത്. സർക്കാരിൻ്റെ ലക്ഷ്യം തീർച്ചയായിട്ടും എല്ലാവർക്കും വീട്, എല്ലാവർക്കും ഭൂമി എന്നുള്ള ലക്ഷ്യത്തിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇതിനകം തന്നെ ലൈഫ് പദ്ധതിയിലൂടെ 3 ലക്ഷത്തോളം വീടുകൾ സർക്കാർ നിർമ്മിച്ച് നൽകുകയുണ്ടായിട്ടുണ്ട്. വിവിധങ്ങളായിട്ടുള്ള പദ്ധതികളിലൂടെ വീടുകളെല്ലാം തന്നെ നിർമ്മിച്ച് കൊടുത്തിട്ടുള്ള സാഹചര്യങ്ങൾ ഇനിയും നമ്മുടെ നാട്ടിൽ വീടില്ലാത്തവരുടെ ആയിട്ടുള്ള എണ്ണമുണ്ട് എന്നുള്ള യാഥാർത്ഥ്യവും ഞങ്ങളൊക്കെ തന്നെ തിരിച്ചറിയുന്നുണ്ട്. അത് പൂർത്തീകരിക്കപ്പെടും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. 1.5 ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് വീട് പണിയുന്നതിന് സർക്കാർ അതിൻ്റേതായിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ പൂർത്തീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. കൊടുങ്ങല്ലൂർ നഗരസഭയെ സംബന്ധിച്ചിടത്തോളം 2500-ൽ പരം വീടുകൾ ലൈഫ് പദ്ധതിയിലൂടെ നൽകിയിട്ടുണ്ട് എന്നുള്ളതും അഭിമാനകരമായിട്ടുള്ള ഒരു നേട്ടമായിട്ട് തന്നെയാണ് കാണാൻ കഴിയുന്നത്. ഏറ്റവും വടക്കാഞ്ചേരി നഗരസഭയുടെ ബജറ്റ് വെറും കടലാസിൽ മാത്രം ഒതുങ്ങുന്നതാണെന്ന് പ്രതിപക്ഷം ആരോപിച്ചു. കഴിഞ്ഞ 10 വർഷം കൊണ്ട് നഗരസഭയെ മുരടിപ്പിച്ച് പ്രഖ്യാപിച്ച പദ്ധതികളൊന്നും തന്നെ നടപ്പിലായില്ല എന്നും പ്രതിപക്ഷാംഗങ്ങൾ പറഞ്ഞു. STP പദ്ധതി, അമൃത് പദ്ധതി, പ്രളയം തകർത്ത റോഡുകളുടെ നിർമ്മാണം തുടങ്ങിയ നിരവധി പദ്ധതികൾ കടലാസിലാണ്. മാസ്റ്റർ പ്ലാനിന്റെ തുടർ പ്രവർത്തനം ബജറ്റിലില്ല. തികച്ചും നിരാശാജനകമാണ് ബജറ്റെന്നും പ്രതിപക്ഷാംഗങ്ങൾ പറഞ്ഞു. കൊടുങ്ങല്ലൂരിൽ സ്കൂൾ വളപ്പിലെ മരം കടപുഴകി വീണ് വീടിന്റെ ട്രസ്സിനും മതിലിനും കേടുപാടുകൾ സംഭവിച്ചു. കൊടുങ്ങല്ലൂർ ഗവൺമെന്റ് ടെക്നിക്കൽ ഹൈസ്കൂളിലെ ഉണങ്ങിയ കൂറ്റൻ മട്ടിമരമാണ് കടപുഴകി വീണത്. മരം വീണതിനെ തുടർന്ന് മൈത്രി ലൈനിൽ വെള്ളക്കാട്ടുപടി വീട്ടിൽ നസീറിന്റെ വീടിന്റെ ടെറസിലുള്ള ഇരുമ്പ് ഷീറ്റ് മേഞ്ഞ മേൽക്കൂരയ്ക്കും മതിലിനും കേടുപാടുകൾ സംഭവിച്ചു. ടെക്നിക്കൽ സ്കൂൾ വളപ്പിൽ നിരവധി മരങ്ങൾ അപകട ഭീഷണി ഉയർത്തി നിൽക്കുന്നുണ്ട്. ഇത്തരം മരങ്ങൾ വെട്ടിനീക്കാൻ നഗരസഭ ട്രീ കമ്മിറ്റി സ്കൂൾ സൂപ്രണ്ടിന് കഴിഞ്ഞ ജൂലൈയിൽ രേഖാമൂലം നിർദ്ദേശം നൽകിയിരുന്നു എങ്കിലും സ്കൂൾ അധികൃതർ നടപടി സ്വീകരിച്ചതെന്നില്ലെന്നും ആക്ഷേപമുണ്ട്. പാർലിക്കാട് മിണാലൂർ പഴയ റോഡിൽ റോഡരികിലെ പാഴ്മരങ്ങൾ നഗരസഭ മുറിച്ചിട്ടിട്ട് മാസങ്ങൾ കഴിഞ്ഞിട്ടും നീക്കം ചെയ്യാത്തതിൽ പ്രതിഷേധം. മുറിച്ചിട്ട മരങ്ങൾ റോഡരികിൽ കൂട്ടിയിട്ടതിനെ തുടർന്ന് പ്രദേശത്ത് ഇഴജന്തുക്കളുടെ ആവാസ കേന്ദ്രമായി മാറിയിരിക്കുകയാണെന്ന് നാട്ടുകാർ പറയുന്നു. നിരവധി തവണ മരങ്ങൾ മാറ്റുന്നതിന് നഗരസഭ അധികൃതർക്ക് പരാതികൾ നൽകിയെങ്കിലും നാളിതുവരെയും യാതൊരു നടപടിയും ഉണ്ടായില്ലെന്ന് കൺസ്യൂമേഴ്സ് ഫെഡറേഷൻ ഓഫ് കേരള ജില്ലാ പ്രസിഡന്റ് നന്ദിലത്ത് ഗോപാലകൃഷ്ണൻ പറയുന്നു. മുറിച്ചിട്ട മരങ്ങൾ റോഡരികിൽ കൂട്ടിയിട്ടതിനെ തുടർന്ന് വാഹനങ്ങൾക്ക് സൈഡ് കൊടുക്കുന്നതിനും ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നതായും രാത്രി സമയങ്ങളിൽ വാഹനങ്ങൾ മരക്കൂട്ടത്തിൽ തട്ടി അപകടങ്ങൾ ഉണ്ടാകുന്നതും നിത്യസംഭവമാണെന്നും ഡ്രൈവർമാർ പറഞ്ഞു. എത്രയും പെട്ടെന്ന് വിഷയത്തിൽ നഗരസഭ അധികൃതർ ഇടപെട്ട് പ്രശ്നം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് കളക്ടർക്ക് പരാതി നൽകുമെന്ന് പ്രദേശവാസികളായ ഉണ്ണികൃഷ്ണൻ നമ്പറത്ത്, ചന്ദ്രൻ പറങ്ങനാട്ട്, PP സജീവൻ, ജെയിംസ് വടക്കൂടൻ, ജോളി വടക്കൂടൻ എന്നിവർ പറഞ്ഞു. മറ്റേ റോഡിൻ്റെ സൈഡിലേക്കുള്ള മരം മുറിച്ചിട്ടിട്ട് ഏകദേശം 1 വർഷത്തിന് മുകളിലായി. നാസ്റ്റർ മൂലം ഇവിടെ ഈ മരങ്ങളുടെ ഷെഡ് മുറിച്ചിട്ടതുകൊണ്ട് ഉഗ്രവിഷമുള്ള ഇഴജന്തുക്കളുടെയും എല്ലാം ഒരു ആവാസ കേന്ദ്രമായിട്ട് മാറിയിരിക്കുകയാണ്. ഒരുപാട് ആൾക്കാർ ഇതിലെ സ്ഥിരം നടന്നു പോകുന്ന ആളുകളുണ്ട്. രാത്രിയായാലും നേരം പുലർച്ചെ നടക്കാൻ പോകുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ ഈ മരത്തിൻ്റെ അപ്പുറത്തിപ്പുറത്തൊക്കെ താമസിക്കുന്ന വീടുകളിൽ നിരന്തരം നിത്യേന എന്ന് പറയുന്ന മാതിരി ഈ പാമ്പുകളെ തല്ലിക്കൊല്ലുന്ന ഒരവസ്ഥയിലാണ് ഇപ്പോൾ ഈ കാര്യങ്ങൾ നടക്കുന്നത്. ഹോളി ആഘോഷത്തിന് സമാനമായ രീതിയിൽ ചെന്തുരുത്തിയിൽ കുടുംബി സമുദായക്കാർ മഞ്ഞോണം ആഘോഷിച്ചു. കുംഭമാസത്തിലെ ഉത്തരം നാളിലാണ് ഇവർ മഞ്ഞോണം ആഘോഷിച്ചത്. വ്യാഴാഴ്ച നെയ്തക്കുടിയിൽ നടന്ന ചടങ്ങുകളിൽ നിന്ന് വ്യത്യസ്തമായിരുന്നു ചെന്തുരുത്തിയിലെ ആഘോഷം. ചെന്തുരുത്തി ഓം മഹാവിഷ്ണു ക്ഷേത്ര പരിസരത്താണ് ആഘോഷം സംഘടിപ്പിച്ചത്. ക്ഷേത്രം ഭാരവാഹികളായ OC വാസു, AP ഗോപി, AK വിജയൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് മഞ്ഞോണാഘോഷം നടന്നത്. കുന്നംകുളം നടുപ്പന്തിയിൽ ഇതര സംസ്ഥാന തൊഴിലാളിയെ ബിയർ കുപ്പികൊണ്ട് തലയ്ക്കടിച്ച് പരിക്കേൽപ്പിച്ചു. വാടക ക്വാർട്ടേഴ്സിൽ താമസിക്കുന്ന ഛത്തീസ്ഗഡ് സ്വദേശി പ്രഹ്ലാദനാണ് മർദ്ദനമേറ്റത്. സംഭവവുമായി ബന്ധപ്പെട്ട് ഛത്തീസ്ഗഡ് സ്വദേശികളായ രാജു കർസാൽ, രാമണൻ എന്നിവരെ കുന്നംകുളം പോലീസ് കസ്റ്റഡിയിലെടുത്തു. പരിക്കേറ്റ തൊഴിലാളിയെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു.
മനക്കുടി വിളക്കുമാടം KLDC ബണ്ടിനോട് ചേർന്നുണ്ടായിരുന്ന ഏറെ കാലപ്പഴക്കമുള്ള റാമ്പ് സ്വകാര്യ വ്യക്തി പൊളിച്ചുമാറ്റിയത് പുനഃസ്ഥാപിച്ചു. വിളക്കുമാടം പാടശേഖരത്തിലെ കർഷകർ, കേരള കർഷക സംഘം പ്രവർത്തകർ, ജനപ്രതിനിധികൾ, കാർഷിക വികസന സമിതി അംഗങ്ങൾ എന്നിവർ ചേർന്നാണ് റാമ്പ് പുനഃസ്ഥാപിച്ചത്. കർഷകരെ ദ്രോഹിക്കുന്ന ഇത്തരത്തിലുള്ള നിലപാടുകളുമായി മുന്നോട്ടു പോയാൽ ശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കുമെന്ന് പാടശേഖര കമ്മിറ്റി സെക്രട്ടറി ഷിജു, അരിമ്പൂർ പഞ്ചായത്ത് കാർഷിക വികസന സമിതി ചെയർമാൻ K. രാഗേഷ്, വാരിയം കോൾപ്പടവ് കമ്മിറ്റി പ്രസിഡന്റ് KK അശോകൻ തുടങ്ങിയവർ പറഞ്ഞു. 45 വർഷങ്ങളായി കർഷകർ കൊയ്ത്തു മെഷീൻ ഇറങ്ങുന്ന ഒരു റാമ്പ്, അതേപോലെ തന്നെ നെല്ല് കയറ്റി വയ്ക്കുന്നതിന് സൗകര്യപ്രദമായിട്ടുള്ള ഒരു സ്ഥലം, അത് സ്വകാര്യ വ്യക്തി അത് പൊളിച്ചിട്ടിരിക്കുകയാണ്. KLDC ബണ്ടിനോട് ചേർന്നിട്ടുള്ള റാമ്പ് KLDC ബണ്ടടക്കം പൊളിക്കുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ വന്നു. അപ്പോൾ വളരെ കർഷകദ്രോഹ നിലപാടാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനെതിരെ ശക്തമായ രീതിയിൽ ഈ പറഞ്ഞ റാമ്പ് പുനഃസ്ഥാപിക്കണമെന്ന് തന്നെയാണ് അരിമ്പൂർ പഞ്ചായത്തിൻ്റെ ആവശ്യം. അതിനുവേണ്ടിയുള്ള എല്ലാവിധ സഹായങ്ങളും കാർഷിക വികസന സമിതി എന്നുള്ളതിലേക്ക് നമ്മൾ ചെയ്തു കൊടുക്കുന്നതായിരിക്കും. വേനൽക്കാലത്ത് യാത്രക്കാർക്കും പൊതുജനങ്ങൾക്കും കുടിവെള്ളം ലഭ്യമാക്കുന്നതിനായി ചാവക്കാട് നഗരസഭ തണ്ണീർപന്തൽ ആരംഭിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് തണ്ണീർപന്തലിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ചാവക്കാട് ബസ് സ്റ്റാൻഡിൽ നടന്ന ചടങ്ങിൽ നഗരസഭാ വൈസ് ചെയർമാൻ KK മുബാറക്ക് അധ്യക്ഷത വഹിച്ചു. ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബുഷറ ലത്തീഫ്, നഗരസഭാ ഹെൽത്ത് സൂപ്പർവൈസർ ദിലീപ് P, നഗരസഭാ സീനിയർ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ ഷമീർ M എന്നിവർ സംസാരിച്ചു. ജനപ്രതിനിധികൾ, നഗരസഭാ ഹെൽത്ത് വിഭാഗം ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു. വലപ്പാട് CP മുഹമ്മദ് മെമ്മോറിയൽ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ ആരംഭിക്കുന്ന ഡയാലിസിസ് സെന്ററിന് ശിലയിട്ടു. കോതകുളം ബീച്ച് വട്ടപ്പരത്തി CP ജംഗ്ഷനിൽ ആരംഭിക്കുന്ന ഡയാലിസിസ് സെന്ററിന്റെ തറക്കല്ലിടൽ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി നിർവഹിച്ചു. ദിവസത്തിൽ 30 പേർക്ക് വരെ ഡയാലിസിസ് ചെയ്യുവാനുള്ള സംവിധാനമാണ് ഇവിടെ ഒരുങ്ങുന്നതെന്ന് ട്രസ്റ്റ് ചെയർമാൻ CP സാലിഹ് പറഞ്ഞു. MLA CC മുകുന്ദൻ അധ്യക്ഷത വഹിച്ചു. വലപ്പാട് പഞ്ചായത്ത് പ്രസിഡന്റ് ഷിനിത ആഷിഖ്, ജില്ലാ പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മഞ്ജുള അരുണൻ, തളിക്കുളം ബ്ലോക്ക് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മല്ലിക ദേവൻ, വാർഡംഗം ഷൈൻ നെടിയിരിപ്പിൽ, കെയർ ആൻഡ് ഷെയർ ഫൗണ്ടേഷൻ മാനേജിംഗ് ഡയറക്ടർ ഫാദർ തോമസ് കുര്യൻ മരോട്ടിപ്പുഴ, ഡോക്ടർ വിഷ്ണു ഭാരതീയ സ്വാമി കാനാടിക്കാവ്, TS പട്ടാഭിരാമൻ തുടങ്ങിയവർ സംസാരിച്ചു. അദ്ദേഹത്തിൻ്റെ നാമധേയത്തിലാണ് നമ്മൾ തുടങ്ങിയിട്ടുള്ളത്. കൊടകര മനക്കുളങ്ങര ലയൺസ് ക്ലബിന്റെ നേതൃത്വത്തിലുള്ള 161ാമത് സൗജന്യ നേത്ര പരിശോധന തിമിര ശസ്ത്രക്രിയ ക്യാമ്പ് ഞായറാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. രാവിലെ 9 മുതൽ ഉച്ചയ്ക്ക് 1 വരെ കൊടകര ഗവൺമെന്റ് LP സ്കൂളിലാണ് ക്യാമ്പ്. ഭാരവാഹികളായ P. രാധാകൃഷ്ണൻ, KK വെങ്കിടാചലം, K. സഞ്ജീവ് മേനോൻ, അനിൽ വടക്കേടത്ത് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. കൊയ്ത്ത് കഴിഞ്ഞ പാടങ്ങളിൽ താറാവ് കൂട്ടങ്ങൾ വിരുന്നെത്തുന്നത് കൗതുക കാഴ്ചയാകുന്നു. കൊയ്ത്തിനിടെ കൊഴിഞ്ഞു വീണ നെന്മണികൾ തിന്നാനാണ് താറാവ് കൂട്ടങ്ങളെ പാടത്തേക്ക് ഇറക്കുന്നത്. താറാവുകളെ ഇറക്കി തീറ്റിക്കാനായി ലക്ഷങ്ങൾ മുടക്കി പാടശേഖരം ഓരോ സീസണിലും ലേലം ചെയ്തെടുക്കുകയാണ് പതിവ്. താറാവുകൾക്ക് സഞ്ചരിക്കാനും തീറ്റ തേടാനുമുള്ള സൗകര്യത്തിനായി പാടശേഖര സമിതികൾ തോടുകളിൽ നിന്ന് വെള്ളം പാടത്തേക്ക് ഇറക്കി നിർത്താറുണ്ട്. ഈ വെള്ളത്തിലൂടെ ആരവങ്ങളോടെ താറാവുകൾ നീങ്ങുന്നത് കൗതുക കാഴ്ചയാണ്. തമിഴ്നാട്ടിൽ നിന്നോ ആലപ്പുഴയിൽ നിന്നോ താറാവ് കുഞ്ഞുങ്ങളെ വാങ്ങിക്കൊണ്ടുവന്ന് ആദ്യ ദിവസം ഗ്ലൂക്കോസ് വെള്ളവും തുടർന്നുള്ള 15 ദിവസങ്ങളിൽ ചോറും നൽകും. പിന്നെ ചോറിനൊപ്പം ഉണക്കമീൻ, കോഴിത്തീറ്റ എന്നിവയാണ് നൽകുക. ഞാൻ തിരുച്ചി, ഒരാൾ തമിഴ്ക്കാരാള്. ഇവരോട് വന്ന് ഞാൻ 10 കൊല്ലം കഴിഞ്ഞു. ഇവിടെ வேறு സ്ഥലத்துக்கு போகிறது இல்லை, வேறு ஓனரோடும் போகிறது நிற்கிறது இல்லை. வேறு நாங்கள் ചെറിയ കുട്ടികളാണ് 30 ദിവസം കുട്ടികളെ കൊണ്ടാന്ന് ഇവിടെ പാടത്തിൽ കൊണ്ടാന്ന് ഇറക്കി നാங்கள் 30 ദിവസം അരിയും ചോറും കൊടുത്ത് തീറ്റയും കൊടുത്ത് ഉപ്പ കൊടുത്ത് വളർത്ത് പിന്നെ 40ാவது ഭാഗം നാங்கள் കണ്ടത്തിൽ ഇറക്കും. കണ്ടത്തിൽ ഇറക്കി പിന്നെ കണ്ടത്തിലേ നാங்கள் ഉള്ളത് കണക്കിൽ വർഷക്കണക്കിൽ പാടം എവിടെ കൊയ്ത്താവുതോ അവിടെ നാங்கள் മാറി മാറി പോവും. കണ്ടത്തെ വിട്ട് വേറെ നാங்கள் എവിടെ ഇല്ല. ഇതിൽ 6-7000 കുഞ്ഞുണ്ട്. 7 ഓണറോട് 9 ആളുണ്ട്. 30 ദിവസം കഴിഞ്ഞാൽ അവയെ പാടത്തേക്ക് ഇറക്കി തുടങ്ങും. കൊയ്ത്തുകാലം അല്ലെങ്കിൽ തലേന്ന് വെള്ളത്തിലിട്ട അരിയാണ് നൽകുക. പാടത്ത് വൃത്താകൃതിയിൽ വലകൊണ്ട് വേലി കെട്ടിയതാണ് താറാവുകൾക്കുള്ള കൂട്. വൈകുന്നേരങ്ങളിൽ അതിലേക്ക് താറാവുകളെയാക്കി അടുത്തു തന്നെയുള്ള താൽക്കാലിക ഷെഡിലാണ് തൊഴിലാളികൾ വിശ്രമിക്കുക. നായ്ക്കളോ കുറുക്കനോ താറാവിനെ പിടിക്കാതിരിക്കാനായി രാത്രിയിലും തൊഴിലാളികൾ ജാഗരൂകരായിരിക്കും. ഒരു സ്ഥലത്തെ തീറ്റ കഴിഞ്ഞാൽ അടുത്ത സ്ഥലത്തേക്കും മറ്റു ജില്ലകളിലേക്കും തമിഴ്നാട്, കർണാടകം തുടങ്ങിയ സംസ്ഥാനങ്ങളിലേക്കും
താറാവ് കൂട്ടത്തെ കൊണ്ടുപോകും. 5 മാസം പ്രായമാകുന്നതോടെയാണ് ഇവ മുട്ടയിടാൻ തുടങ്ങുക. മുട്ടകൾ ശേഖരിച്ച് വിൽപ്പന നടത്തിയും മാംസത്തിനായി താറാവിനെ വിറ്റുമാണ് താറാവ് കൃഷിയിൽ വരുമാനമുണ്ടാക്കുന്നത്. രോഗബാധയൊന്നും ഉണ്ടായില്ലെങ്കിൽ ചെറിയ തോതിലെങ്കിലും വരുമാനം നേടാനാകുമെന്നതാണ് താറാവ് ജീവിതം തുടരാൻ കർഷകർക്ക് പ്രചോദനമാകുന്നത്. TCV ന്യൂസ്, തൃശൂർ. ആലത്തൂർ വെണ്ണൂർ പ്രദേശത്ത് ഭൂപരിഷ്കരണ നിയമപ്രകാരം ലഭിച്ച സ്ഥലത്ത് വർഷങ്ങളായി താമസിക്കുന്നവരുടെ പട്ടയങ്ങൾ റദ്ദ് ചെയ്യാനുള്ള പരാതിക്കെതിരെ പ്രതിഷേധം. ഞായറാഴ്ച 5-ന് ആലത്തൂർ മഹാവിഷ്ണു ക്ഷേത്ര പരിസരത്ത് നാട്ടുകാർ അവകാശ സമര പ്രഖ്യാപനം നടത്തി. ഉടമസ്ഥത ചോദ്യം ചെയ്യപ്പെട്ടതോടെ ഇവിടെയുള്ള താമസക്കാർക്ക് ബാങ്ക് വായ്പയടക്കമുള്ള കാര്യങ്ങൾക്ക് തടസ്സമുണ്ടെന്നും ഇവർക്കെതിരെ കേസ് നിലവിലുണ്ടെന്നും ഭൂസംരക്ഷണ സമിതി നേതാക്കളായ അഡ്വക്കേറ്റ് VV ജയരാമൻ, TK ഗോപി, MR പ്രകാശ് ബാബു എന്നിവർ പറഞ്ഞു. കോടാലി മാങ്കുറ്റിപ്പാടത്ത് വീടിന് മുകളിലേക്ക് തെങ്ങും റബ്ബർ മരവും വീണ് വീടിന്റെ മേൽക്കൂരയിലെ ട്രസ് ഭാഗികമായി തകർന്നു. കൈതയിൽ ബാലന്റെ വീടിന് മുകളിലേക്കാണ് മരങ്ങൾ വീണത്. സമീപത്തുകൂടി കടന്നുപോകുന്ന വൈദ്യുതി കമ്പികളും മരങ്ങളോടൊപ്പം പൊട്ടിവീണു. ജീവനക്കാരെത്തി മരങ്ങൾ വെട്ടിനീക്കി വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിച്ചു. 200-ലധികം ഏക്കർ വരുന്ന എറവ് കൊടയാട്ടി പാടശേഖരത്തിലെ കൊയ്ത്തുത്സവം നടന്നു. അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KK ശശിധരൻ ഉദ്ഘാടനം ചെയ്തു. അരിമ്പൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സ്മിത അജയകുമാർ അധ്യക്ഷയായി. പാടശേഖര സമിതി പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ കുറ്റിച്ചിറ, സെക്രട്ടറി മനോജ് കരുമത്തിൽ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CG സജീഷ്, കൃഷി ഓഫീസർ സ്വാതി സാബു തുടങ്ങിയവർ പങ്കെടുത്തു. വെളുത്തൂർ വിളക്കുമാടം കോൾപ്പടവിൽ പാടശേഖര സമിതിയുടെ നേതൃത്വത്തിൽ കൊയ്ത്തുത്സവം നടത്തി. അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KK ശശിധരൻ ഉദ്ഘാടനം ചെയ്തു. അരിമ്പൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സ്മിത അജയകുമാർ അധ്യക്ഷയായി. വൈസ് പ്രസിഡന്റ് CG സജീഷ്, വാർഡംഗങ്ങളായ K രാഗേഷ്, നീതു ഷിജു, കൃഷി ഓഫീസർ സ്വാതി, പാടശേഖര സമിതി പ്രസിഡന്റ് കുണ്ടോളി സുധാകരൻ, സെക്രട്ടറി TP ഷിജു തുടങ്ങിയവർ പങ്കെടുത്തു. ബ്രെയിൻ ട്യൂമർ ബാധിച്ച് ചികിത്സയിൽ കഴിയുന്ന അരിമ്പൂർ സ്വദേശിയും എഴുത്തുകാരനും നാടക നടനുമായ റോബൻ തന്റെ ചികിത്സയ്ക്കായി സുഹൃത്തുക്കൾ ശേഖരിച്ച് സമാഹരിച്ച് നൽകിയ പണത്തിൽ നിന്ന് 10,000 രൂപ കിഡ്നി രോഗത്താൽ ബുദ്ധിമുട്ടുന്ന പ്രദേശവാസിയായ യുവാവിന് കൈമാറി. ബാർബർ തൊഴിലാളിയായിരുന്ന മുരളിയുടെ ചികിത്സാ സഹായ നിധിയിലേക്കാണ് തുക കൈമാറിയത്. കടുത്ത രോഗാവസ്ഥയിൽ കഴിയുന്ന റോബന്റെ വീട് ജപ്തിയുടെ വക്കിലാണ്. അരിമ്പൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സ്മിത അജയകുമാർ ചെക്ക് ഏറ്റുവാങ്ങി. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CG സജീഷ്, റോബന്റെ സുഹൃത്തുക്കളും ചികിത്സാ സമിതി ഭാരവാഹികളുമായ ഋഷി കുറ്റൂക്കാരൻ, സജീവൻ എരവത്ത് തുടങ്ങിയവരും പങ്കെടുത്തു. മറ്റം കരിസ്മ ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ആദരം മാതൃഭാഷയ്ക്കും ആൻഡോ മാഷിനും എന്ന പരിപാടിയുടെ പ്രൊമോ വീഡിയോയുടെ പ്രകാശനം ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജിൽ പ്രിൻസിപ്പാൾ ഡോക്ടർ PS വിജോയ് നിർവഹിച്ചു. കണ്ടാണശ്ശേരി പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് നിവാസ് PV അധ്യക്ഷത വഹിച്ചു. യോഗത്തിൽ സംഘാടക സമിതി ചെയർമാൻ ഡോക്ടർ AM റീന, പ്രോഗ്രാം ജനറൽ കൺവീനർ മേജർ PJ സ്റ്റൈജു, മലയാള വിഭാഗം അധ്യാപകരായ ഡോക്ടർ മിഥുൻ MS, ഡോക്ടർ മായ S നായർ തുടങ്ങിയവർ സംസാരിച്ചു. ഈ മാസം 30-നാണ് ആദരം നടക്കുക. ഇനി വാണിജ്യം. ഡോക്ടർ റാണി മേനോൻസ് മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽ സംഘടിപ്പിച്ച ഗ്ലോക്കോമ വാരാചരണത്തിന്റെ സമാപനത്തോടനുബന്ധിച്ച് നാളെ ഉച്ചയ്ക്ക് 2 മുതൽ വൈകിട്ട് 5 വരെ സൗജന്യ മെഗാ നേത്രപരിശോധന ക്യാമ്പ് സംഘടിപ്പിക്കും. ഗ്ലോക്കോമ വാരാചരണത്തിന്റെ ഭാഗമായി ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റലിന്റെ ആഭിമുഖ്യത്തിൽ കഴിഞ്ഞ 10 വർഷമായി വെളിച്ചം എന്ന പേരിൽ ഗ്ലോക്കോമ ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിക്കാറുണ്ട്. ഒരാഴ്ച നീണ്ടുനിൽക്കുന്ന വിവിധ പരിപാടികളുടെ സമാപനത്തോടനുബന്ധിച്ചാണ് ശനിയാഴ്ച ഉച്ചയ്ക്ക് 2 മുതൽ വൈകിട്ട് 5 വരെ തൃശൂർ, ഗുരുവായൂർ, വടക്കാഞ്ചേരി, കുന്നംകുളം ഹോസ്പിറ്റലുകളിൽ സൗജന്യ നേത്രപരിശോധന ക്യാമ്പ് സംഘടിപ്പിക്കുന്നത്. ക്യാമ്പിലൂടെ ഗ്ലോക്കോമയും മറ്റ് നേത്രരോഗങ്ങളും തിരിച്ചറിയാനാകും. ക്യാമ്പിൽ പങ്കെടുക്കുന്നവർക്ക് ഹെൽത്ത് പ്രിവിലേജ് കാർഡ് സ്വന്തമാക്കാനും നിരവധി ആനുകൂല്യങ്ങൾ നേടാനും അവസരമുണ്ട്. പ്രിവിലേജ് കാർഡുകൾ ലഭ്യമാകുന്നവർക്ക് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റലുകളിൽ സൗജന്യ നേത്രപരിശോധന, സൗജന്യ ഗ്ലോക്കോമ ടെസ്റ്റ്, സൗജന്യ ഗ്ലോക്കോമ സ്കാനിംഗ് എന്നിവയും ലാസിക് ശസ്ത്രക്രിയയ്ക്ക്
15% കിഴിവ്, ലാസിക് ശസ്ത്രക്രിയയ്ക്ക് മുമ്പുള്ള കണ്ണിലെ കൃഷ്ണമണിയുടെ സ്കാനിംഗ് സൗജന്യം, കണ്ണടകൾക്കും തിമിര ശസ്ത്രക്രിയയ്ക്കും റെറ്റിന ശസ്ത്രക്രിയയ്ക്കും 20% കിഴിവ് എന്നീ ആനുകൂല്യങ്ങളും ലഭിക്കും. വെളിച്ചമെന്ന പേരിൽ സംഘടിപ്പിച്ച ഗ്ലോക്കോമ ബോധവൽക്കരണത്തിന്റെ ഭാഗമായി ഞായറാഴ്ച രാവിലെ 6-ന് 10 കിലോമീറ്റർ മാരത്തോണും സംഘടിപ്പിച്ചിട്ടുണ്ട്. ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ ഉദ്ഘാടനം ചെയ്യും. ഇനി സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 8,230 രൂപ, പവന് 65,840 രൂപ. വെള്ളി ഗ്രാമിന് 108 രൂപ. പ്ലാറ്റിനം ഗ്രാമിന് 3,449 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. കരുവന്നൂർ കേസിൽ ഹാജരാകാനുള്ള ED നോട്ടീസിന് മറുപടി നൽകി കെ രാധാകൃഷ്ണൻ MP. EDയുടെ സമൻസിന് പിന്നിൽ രാഷ്ട്രീയ എതിരാളികളെ അമർച്ച ചെയ്യാനുള്ള നീക്കമാണെന്ന് കെ രാധാകൃഷ്ണൻ. ദുരഭിമാനം വെടിഞ്ഞ് വടക്കാഞ്ചേരി ലൈഫ് മിഷൻ ഫ്ളാറ്റ് നിർമ്മാണ പദ്ധതി സർക്കാർ അടിയന്തരമായി പൂർത്തീകരിക്കണമെന്ന് AICC അംഗം അനിൽ അക്കര. ലൈഫ് മിഷൻ ഫ്ളാറ്റ് നിർമ്മാണം പുനരാരംഭിക്കാൻ തടസ്സമെന്തെന്ന് MLA സേവ്യർ ചിറ്റിലപ്പള്ളി വ്യക്തമാക്കണമെന്ന് DCC സെക്രട്ടറി K അജിത് കുമാർ. അന്തർ സംസ്ഥാന വാഹനമോഷണ സംഘത്തെ തൃശൂർ റൂറൽ SP-യുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തു. 4 വാഹനങ്ങൾ കസ്റ്റഡിയിലെടുത്തു. മൂന്നുപീടിക ബീച്ച് കോഴിപ്പറമ്പിൽ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ ഉത്സവത്തിനായി കൊണ്ടുവന്ന ആന ഇടഞ്ഞു. കൊമ്പൻ പീച്ചിയിൽ ശിവൻകുട്ടിയാണ് ഇടഞ്ഞത്. നന്ദിപുലം പയ്യൂർക്കാവിൽ വെടിക്കെട്ട് നടന്ന സ്ഥലത്ത് ആനയെ തളച്ച സംഭവത്തിൽ ക്ഷേത്രം ഭാരവാഹികൾക്കെതിരെ പോലീസ് കേസെടുത്തു. കടങ്ങോട് പഞ്ചായത്തിലെ വെള്ളറക്കാട് തിപ്പിലിശ്ശേരി റോഡ് തകർന്ന് യാത്രായോഗ്യമല്ലാതായി. റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കാൻ അധികൃതർ ഉടൻ നടപടി കൈക്കൊള്ളണമെന്ന് നാട്ടുകാർ. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.